മെൻ്റൽ എബിലിറ്റിയിലെ ആൽഫബറ്റ് സീരീസിൻ്റെ രണ്ടാമത്തെ ടൈപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ടൈപ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞത് സിംഗിൾ ലെറ്റർ വരുന്ന സീരീസ് ആണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 2 ലെറ്ററുകൾ വരുന്ന സീരീസ് ആണ്. അതായത് 2 ലെറ്ററുകൾ വരുന്ന ഓരോ സെറ്റുകളായിട്ടുള്ള സീരീസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം എന്ന് ചോദിച്ചാൽ, ലെറ്ററുകളിൽ ഈ ഓരോ സെറ്റിൽ വരുന്ന ആദ്യത്തെ ലെറ്ററുകൾ തമ്മിലുള്ള റിലേഷനും രണ്ടാമത്തെ ലെറ്ററുകൾ തമ്മിലുള്ള റിലേഷനും അങ്ങനെയാണ് നമ്മൾ എടുക്കാനുള്ള റിലേഷൻ. ഇവിടെ നോക്കുമ്പോൾ ഡിയും ഇ, ദെൻ ഇ എഫ്, ദെൻ ആൻഡ് എഫ് ജി. അടുത്തത് ഈ സീരീസിൽ വരുന്ന റിലേഷനാണ്. അതായത് ഡിനോട് +1 ആണ്, ഡിനോട് +1. അതുപോലെ തന്നെ ഇനോട് +1 എഫ്, എഫിനോട് +1 ജി, ദെൻ ജിയോട് +1 ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം എച്ച് കിട്ടും. ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ എച്ച് ആണ്. നമ്മുടെ ഓപ്ഷനിൽ 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതോ ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തെ സെറ്റും എടുക്കുക. നമ്മുടെ സെറ്റിലുള്ള രണ്ടാമത്തെ ലെറ്ററും കൂടി നമ്മൾ അതിൻ്റെ റിലേഷനും കൂടി കണ്ടുപിടിക്കുക. അതായത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വരുമ്പോൾ എഫ് ഉണ്ട്, എഫിനോട് എഫ്, ദെൻ എച്ച്, ദെൻ ജെ, ദെൻ എൽ. എഫ്, എച്ച്, ജെ, എൽ. ഇവിടെ വരുന്നത് +2 ആണ്. എഫിനോട് +2 കൊടുത്തു, എഫ് ജി എച്ച്. ഓക്കെ, ദെൻ എച്ചിനോട് അതുപോലെ 2 +2, ദെൻ ജെയോടും +2, അങ്ങനെ എൽ. അങ്ങനെ വരുമ്പോൾ എല്ലിനോട് +2, എല്ലിനോട് +2 കൊടുക്കുമ്പോൾ എൽ എന്ന് പറയുന്നത് 12 ആണ്. 12 + 2 14, ദെൻ 14 ഈസ് എൻ. ദെൻ ആൻസർ ഈസ് HN. HN ആണ് ഇതിലെ ആൻസർ എന്ന് നമുക്ക് പറയാം. അടുത്ത സീരീസ് നോക്കാം. അടുത്ത സീരീസ് എന്ന് പറഞ്ഞാൽ YE PD IC DB. ഇവിടെ നമ്മൾ ആദ്യത്തെ പോലെ തന്നെ നമ്മൾ എടുക്കുക, റിലേഷൻ നോക്കുക. വൈയുടെ പ്ലേസ് എന്ന് പറയുന്നത് 25 ആണ്. അടുത്ത പീഡ് നോക്കുമ്പോൾ നമ്മൾ പറയും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ റിവേഴ്സ് ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോഴിത് കണ്ടിന്യൂസ് അല്ല എങ്കിൽ നമ്മൾ റിവേഴ്സിൽ എടുക്കുക. കണ്ടിന്യൂസിൽ നോക്കുമ്പോൾ ഒരു കണ്ടിന്യൂഷൻ വരുന്നില്ല, കാരണം Y 25 ആയി, 25 കഴിഞ്ഞിട്ടുള്ള കണ്ടിന്യൂഷൻ ആയിട്ടുള്ളതാണ് പി. അത് കഴിഞ്ഞ് അടുത്ത റൗണ്ടിൽ വരുമ്പോഴാണ് I വരുന്നത്. അപ്പോൾ അതൊരു നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആണ്. അങ്ങനത്തെ ഒരു സീരീസ് വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ വേറൊരു മെത്തേഡ് എടുക്കുക. വേറൊരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം. റിവേഴ്സ് നോക്കുക. Y എന്ന് പറയുന്നത് 25 ആണ്, പി എന്ന് പറയുന്നത് 16 ആണ്, Y എന്ന് പറയുന്നത് 25 ആണ്, ദെൻ പി എന്ന് പറയുന്നത് 16 ആണ്, ദെൻ I എന്ന് പറയുന്നത് 9 ആണ്, ദെൻ ഡി എന്ന് പറയുന്നത് 4 ആണ്. ഇത് നോക്കുമ്പോൾ ആദ്യത്തെ ലെറ്ററുകൾ തമ്മിലുള്ള ഒരു റിലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സ്ക്വയർ നമ്പേഴ്സ് ആണ്. ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അരിത്തമാറ്റിക് അല്ലെങ്കിൽ സ്ക്വയറോ ക്യൂബോ ഒക്കെ വരാറുണ്ട് ഈ സീരീസിൽ. അങ്ങനെ വരുമ്പോൾ 25, 16, 9, 4, ദെൻ അടുത്ത വരുമ്പോൾ 1 ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് ലെറ്റർ കിട്ടി എ. അടുത്ത സെക്കൻഡ് റിലേഷൻ നോക്കാം, EDCB. അത് കണ്ടിന്യൂഷൻ ചെയ്ത് പോകുന്നു, അതായത് റിവേഴ്സിലേക്ക് പോകുന്നു. -1, -1, -1 ആയിട്ട് പോകുന്നു. ദാറ്റ് ഈസ് E-1D, D-1C, C-1B, ദെൻ B-1A. ഇങ്ങനെ നമ്മുടെ ഒരു റിലേഷനാണ്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ E എന്ന് പറയുന്നത് 5 ആണ്. സോ ദ 5 സ്ക്വയർ ഈസ് 25. 16 അടുത്ത നമ്മൾ ഡി നോക്കുമ്പോൾ ഡി എന്ന് പറയും 4, ദെൻ ദ 4 സ്ക്വയർ 16. 9 എന്ന് പറയുമ്പോൾ I ആണ് 9. അപ്പോൾ സി എന്ന് പറയുന്നത് നമുക്കറിയാം, സി എന്നിട്ട് പ്ലേസ് എന്ന് വെച്ചാൽ 3, ദാറ്റ് ഈസ് 3 സ്ക്വയർ ഈസ് 9. അടുത്ത 4 പറയും, അതുപോലെ 4 × 2. ബി നോക്കുമ്പോൾ ബി എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 സ്ക്വയർ ഈസ് 4. ലൈക്ക് ദാറ്റ് എയിൽ 1 എന്ന് പറയാം, ഇത് 1, ദാറ്റ് ഈസ് 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. സോ ദ ആൻസർ ഈസ് എ. ഇത് ഈസിയാണ്. ഇങ്ങനെ ആദ്യം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് കിട്ടില്ല, അപ്പോൾ റിവേഴ്സ് എടുത്ത് നോക്കുക, എന്തെങ്കിലും റിലേഷൻ നമുക്ക് എല്ലാ സീരീസിലും ലഭിക്കുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് EG HL KQ NV ദെൻ ഡാഷ്.
ഈ സീരീസിൽ ഞാൻ നേരത്തെ പറഞ്ഞ റൂള് തന്നെ നമ്മൾ എടുക്കുക. ഫസ്റ്റ് ലെറ്ററുകൾ തമ്മിലുള്ള റിലേഷൻ നോക്കുക. EHKN. ഇതിൽ ഈനോട് ഈയുടെ പ്ലേസ് എന്ന് പറയുന്നത് 5 ആണ്, എച്ചിൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് 8 ആണ്. അങ്ങനെ നോക്കുമ്പോൾ +3 ആണ് ഫസ്റ്റ് സെറ്റ്. അടുത്ത് നോക്കാം HK. എച്ച് എന്ന് പറയുന്നത് 8 ആണ്, കെയുടെ സ്ഥാനം 11 ആണ്. സോ +3. ആ റൂള് തന്നെയാണ് എല്ലായിടവും ഫോളോ ചെയ്യുന്നത്. അപ്പോഴങ്ങനെ വരുമ്പോൾ നമ്മൾ അടുത്ത ആ ഒരു ഇത് നോക്കുക. എന്നിനോട് 3 കൂട്ടുക. എൻ എന്ന് പറയുന്നത് എന്നിൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് 14 ആണ്. 14 + 3 is 17. ദെൻ 17 എന്ന് പറയുന്നത് Q ആണ്. 17 എന്ന് പറയുന്നത് Q ആണ്. അപ്പോൾ അടുത്ത് നോക്കുക. അടുത്ത അതുപോലെ തന്നെ സെക്കൻഡ് ലെറ്ററുകൾ ആ സെറ്റിൻ്റെ എല്ലാം സെക്കൻഡ് സീരീസ് എടുക്കുക, സെക്കൻഡ് ലെറ്ററുകൾ എടുക്കുക, അതിൻ്റെ റിലേഷൻ നോക്കുക. GL, അതായത് ജിനോട് +5. G എന്ന് പറയുന്നത് 7 ആണ്. L എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ +5 ആണ് അവിടെ പോകുന്നത്, +5. അടുത്ത അതുപോലെ തന്നെ നോക്കാം LQ. അവിടെയും എല്ലിൻ്റെ പ്ലേസ് 12 ആണ്, ക്യൂവിൻ്റെ പ്ലേസ് 17 ആണ്, അവിടെയും +5 ആണ്. ക്യൂവും വിയും നോക്കുക. ക്യൂ എന്ന് പറയുന്നത് 17 ആണ്, വി എന്ന് പറയുന്നത് 22 ആണ്, അവിടെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്. 5 ആഡ് ചെയ്താണ് പോകുന്നത്. ദെൻ വി +5, ദാറ്റ് ഈസ് വി എന്ന് പറയുന്നത് 22 ആണ്. 22th ടേം +5, ദാറ്റ് ഈസ് 27th ടേം. 27th ടേം എന്ന് പറയുന്നത് 26th ടേം Z ആണ്. ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ് സീരീസ് ആയിട്ട് എടുക്കുക. സോ ദ ആൻസർ ഈസ് എ, ദാറ്റ് ഈസ് QA. QA is the answer. Okay, QA is the answer. ഓക്കെ, അടുത്ത സീരീസ് നോക്കാം. അടുത്ത സീരീസ് എന്ന് പറയുന്നത് AB, DG, IN, PW, ഡാഷ്. സോ ഇവിടെ നമ്മൾ റിലേഷൻ എടുക്കുന്നത്, ഫസ്റ്റ് റിലേഷൻ എടുക്കാം. A, then D, then I, then P. ഇവിടെ നോക്കുമ്പോൾ എയും ഡിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് നോക്കാം. എയും ഡിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് +3 ആണ്. എയും ഡിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് +3 ആണ്. ദെൻ ഡിയും ഐയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ +5 ആണ്. ദെൻ I and P നോക്കുമ്പോൾ ഐയും പിയും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ ഡിഫറൻസ് നമുക്ക് 7 എന്ന് കിട്ടുന്നു. ദെൻ പിന്നോട് നെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള നമ്പറാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അരിത്തമാറ്റിക് ഓപ്പറേഷൻ ആണുള്ളത്, ഒരു അഡീഷനാണ് നടക്കുന്നത്. കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3, 5, 7, നെക്സ്റ്റ് നമ്പർ 9 ആഡ് ചെയ്യണം. അതായത് പിന്നോട് 9 ആഡ് ചെയ്യണം. പിന്നോട് 9 ആഡ് ചെയ്യുക, മീനിങ്സ് ദ ആൻസർ അവിടെ വരുന്നത്, അവിടുത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ Y. അപ്പോൾ അടുത്ത നമുക്ക് ലെറ്റർ നോക്കാം. അടുത്ത ലെറ്റർ, അതായത് നമ്മുടെ അടുത്ത സെക്കൻഡ് ലെറ്റേഴ്സ് നോക്കാം. B, then G, N, then W. ഇതിൽ നോക്കുമ്പോൾ ബിയും ജിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ബിയും ജിയും തമ്മിലുള്ള റിലേഷൻ +5. ദെൻ അടുത്ത നോക്കുകയാണെങ്കിൽ ജിയും എന്നും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് +7. ദെൻ എൻ ആൻഡ് ഡബ്ല്യു, എന്നും ഡബ്ല്യുവും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് +9. ഇവിടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെയും ഓഡ് നമ്പേഴ്സ് തന്നെയാണ് ആഡ് ചെയ്ത് പോകുന്നത്. സോ അടുത്ത നമ്പർ 11 ആയിരിക്കണം ആഡ് ചെയ്യാനുള്ളത്. സോ W +11, ഡബ്ല്യുവിനോട് 11 കൂട്ടുക, മീനിങ്സ് ദെൻ ആൻസർ ഈസ് H. സോ അടുത്ത ഈ സീരീസിൻ്റെ അടുത്ത ലെറ്റർ എന്ന് പറയുന്നത്, അടുത്ത മിസ്സിംഗ് ആയിട്ട് വന്ന് കിടക്കുന്നത് വെച്ചാൽ YH. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത സീരീസ് നോക്കാം. അടുത്ത സീരീസ് എന്ന് പറയുന്നത് TL, QO, NS, KX, ഡാഷ്. ഇത് കാണുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എളുപ്പമാണ്.
സീരീസ് നമ്മൾ നോക്കുമ്പോൾ ഇത്ര എളുപ്പമാണ്, കാണുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിലും സീരീസ് എളുപ്പമാണ്. നമുക്ക് ലെറ്റേഴ്സ് നോക്കാം. ലെറ്റേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ ഫസ്റ്റ് ലെറ്റേഴ്സ് ആദ്യം എടുക്കുക. ടി ആണ് ആദ്യത്തെ ലെറ്റർ, അത് കഴിഞ്ഞ് ക്യൂ ആണ്, ദെൻ എൻ ആൻഡ് ദെൻ കെ. ഇനി നമുക്ക് റിലേഷൻ എടുത്ത് നോക്കാം. ടിയും ക്യൂവും തമ്മിലുള്ള റിലേഷൻ എന്ന് നോക്കുമ്പോൾ ടി റിവേഴ്സ് ആണ്. നമ്മൾ നോക്കുമ്പോൾ ഈ ലെറ്റേഴ്സ് റിവേഴ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, അല്ലാതെ എന്താണ് കണ്ടിന്യൂഷൻ ആയിട്ട് സീരീസ് എടുക്കുമ്പോൾ കിട്ടില്ല. റിവേഴ്സ് ആണ് നമുക്ക് മനസ്സിലാക്കാം. അതായത് ക്യൂ ആർ എസ് ടി, അതായത് -3 ആണ്, -3. അതുപോലെ തന്നെ അടുത്തെടുക്കുക എൻ ആണ്, പിന്നീട് നമുക്ക് നോക്കാം എൻ, ദെൻ ഒ പി ക്യൂ, അതും സെയിം തന്നെയാണ്. 3 നമ്പേഴ്സിന്റെ ഡിഫറൻസ് ആണ് വരുന്നത്, -3 ആണ്. ദെൻ എൻ ആൻഡ് കെ, കെ എൽ എം എൻ, സോ അതും -3 ആണ്. അങ്ങനെ വരുമ്പോൾ അതുപോലെ തന്നെ കെയിൽ നിന്നും -3 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഉത്തരം. കെയിൽ നിന്നും -3 ആണ്, കെ -3 ഈസ് എച്ച്. ഓക്കെ, അടുത്ത നോക്കാം. അടുത്തതെന്ന് പറയുന്നത് എൽ ഒ എസ് എക്സ് ഡാഷ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് നമ്മുടെ അസെൻഡിങ് ഓർഡറിൽ തന്നെയാണുള്ളത്. സോ എല്ലും ഓയും തമ്മിലുള്ള റിലേഷൻ നോക്കുക. എല്ലും ഓയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ എൽ എം എൻ ഒ +3. ഓക്കെ, ദെൻ ഒ എസ്, ഒ പി ക്യു ആർ എസ് +4, 4 കൂടിയാണ് പോയത്. അടുത്ത എസും എക്സും ആണ്, എസ് ടി യു വി ഡബ്ല്യു എക്സ് +5. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്ത് പോകുന്നു. അങ്ങനെ വരുമ്പോൾ അടുത്തത് എക്സിനോട് തന്നെ നമ്മൾ അടുത്ത കൂട്ടാനുള്ളത് +6 ആണ്. അതായത് കണ്ടിന്യൂഷൻ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡി എന്ന് കിട്ടും. ആൻസർ ഡി. സോ ദ ആൻസർ ഈസ് എച്ച് ഡി. ഓക്കെ, എച്ച് ഡി ഓപ്ഷനിലുണ്ട്, എച്ച് ഡി ആണ് ആൻസർ. കണ്ടപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി, ബട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ, റിലേഷൻ എടുത്തു വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടുന്നതാണ്. അടുത്ത ചോദ്യത്തിൽ നോക്കാം. ഓക്കെ, അടുത്ത സീരീസ് നോക്കുകയാണെങ്കിൽ അത് യു ബി കോമ ക്യു ജി കോമ എം എൽ കോമ ഐ ക്യു കോമ ഡാഷ്. ഇവിടെ നമ്മൾ അതേ നമുക്ക് റിലേഷൻ നോക്കാം. യു ആദ്യം എടുക്കാം. യു ക്യു എം ആൻഡ് ഐ. ഇവിടെ നമുക്ക് ബാക്കിലോട്ടാണ്, ഇത് സീരീസ് റിവേഴ്സ് ആണ് പോകുന്നതെന്ന് ആദ്യം മനസ്സിലാക്കാം. ആദ്യം മനസ്സിലാക്കാനുള്ളത് സീരീസ് റിവേഴ്സിലേക്കാണ് പോകുന്നതെന്ന് നമുക്ക് ആദ്യത്തെ ലെറ്ററുകൾ, സീരീസ് ഫുള്ളിലല്ല, ഓരോ സെറ്റിലും വരുന്ന ആദ്യത്തെ ലെറ്റർ റിവേഴ്സ് ആണ് പോകുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പം യുവും ക്യൂവും തമ്മിലുള്ള റിലേഷൻ നോക്കുക. ദാറ്റ് ഈസ് ക്യു ആർ എസ് ടി യു. ദാറ്റ് ഈസ് ഇവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത് ഡിഫറൻസ് 4 ഉണ്ട്, അതായത് -4 ആണ് ഫസ്റ്റത്തത്. അടുത്ത ക്യു എം നോക്കുക, എൻ ഒ പി ക്യു, -4 തന്നെയാണ്, അതും -4 തന്നെയാണ്. അടുത്ത നോക്കാം, ഐ എം ആണ്, ഐ ജെ കെ എൽ എം, അതും -4. അതുപോലെ തന്നെ ഐയിൽ നിന്ന് അടുത്ത ഐയിൽ നിന്നും -4 ചെയ്യുക, ഐ -4 ഈസ് ഇ. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ ഇ. അടുത്ത സെക്കൻഡ് ലെറ്റേഴ്സ് നോക്കാം. ദാറ്റ് ഈസ് ബി ജി എൽ ആൻഡ് ക്യൂ, ദെൻ നെക്സ്റ്റ് ഡാഷ്. ബി ജി, ബിയും റിലേഷൻ ഇത് അസെൻഡിങ് ഓർഡറിൽ തന്നെയാണ് കിടക്കുന്നത്. സോ ബിയും ജിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് +5. ദാറ്റ് ഈസ് സി ഡി ഇ എഫ് ജി. ദെൻ ജിയും എല്ലും, ജി എച്ച് ഐ ജെ കെ എൽ, അതും +5 ആണ്. അടുത്ത നോക്കുമ്പോൾ എൽ +5 ഈസ് ക്യൂ. അത് എന്താണ് 5 പ്ലസ് ചെയ്ത് പോകുന്നു. സെക്കൻഡ് ലെറ്റേഴ്സ് എല്ലാം 5 പ്ലസ് ചെയ്തു, ഫസ്റ്റ് ലെറ്റർ എല്ലാം 4 മൈനസ് ചെയ്തും പോകുന്നു. സോ ക്യൂ പ്ലസ് 5 എന്ന് പറയുന്നത് വി. ദെൻ ദ ആൻസർ ഈസ് ഇ വി. ഓക്കെ, ഇത് ഈസിയാണ്.
-4 ഫസ്റ്റ് ലെറ്ററുകൾ -4ഉം സെക്കൻഡ് ലെറ്റേഴ്സ് എന്താണ് +5ഉമാണ്. ഈ ടൈപ്പിൽ ഇത്രയും ചോദ്യങ്ങൾ തന്നെയാണ് ധാരാളമാകും. കാരണം ഇത് ഇത്തിരി എളുപ്പമാണ്. കാരണം ഒരേ റൂളുകളായിരിക്കും ഫോളോ ചെയ്യുന്നത്. ആദ്യത്തെ പോലെ ഇത് കടുപ്പമൊന്നും വരില്ല. ഇതുപോലെയാണ് രണ്ട് ലെറ്ററിൻ്റെ സീരീസാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ ടൈപ്പ് കഴിഞ്ഞു. അടുത്ത മൂന്നാമത്തെ ടൈപ്പിലേക്ക് നമ്മൾ നോക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്നാമത്തെ ടൈപ്പും കൂടി ഉൾപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ ടൈപ്പ് നോക്കാം. ടൈപ്പ് 3 ഇനി എടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ടൈപ്പ് 3യിൽ വരുമ്പോൾ 3 ലെറ്റേഴ്സ് ആണ് ഉള്ളതെന്ന് ശ്രദ്ധിക്കുക. 3 ലെറ്റർ വരുന്ന സീരീസ് ആണ്. അപ്പോൾ നമ്മൾ 2 ലെറ്ററിന് എടുത്ത അതേ റിലേഷൻ തന്നെ ഇവിടെയും എടുക്കുക. അതാണ് ഇവിടെയും ചെയ്യാനുള്ളത്. നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റത്തെ സീരീസ് എന്ന് പറയുന്നത് JZC, LWG, NTK, PQO, ഡാഷ്. സോ അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ ലെറ്ററുകൾ എടുത്തു നോക്കാം. ആദ്യത്തെ ലെറ്റർ J ആണ്. J, then L, then N and then P. ഇനി നെക്സ്റ്റ് ലെറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ ജെയിനോട് സംതിങ് എന്തോ ആഡ് ചെയ്തോ അല്ലെങ്കിൽ എനിത്തിങ് റിലേഷൻ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദാറ്റ് ഈസ് J+2. ജെയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ 10 ആണ്. ദെൻ എല്ലിൻ്റെ സ്ഥാനം 12 ആണ്. ദെൻ 10 + 2 12. ദെൻ അതുപോലെ തന്നെ L+2 N. ദെൻ NOP അതും +2 ആണ്. അപ്പം ഇത് +2 ചെയ്ത് പോകുന്നതാണ്. സോ ദ P+2 ദാറ്റ് ഈസ് P+2 ഈസ് R. സോ ഫസ്റ്റ് ലെറ്റർ R. ഓപ്ഷനിൽ ഒരൊറ്റ ആറേ ഉള്ളൂ. സോ നമുക്ക് അത് തന്നെയാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ ബാക്കി കൂടെ ചെയ്തു നോക്കണം. സോ 6 നമുക്ക് ഇപ്പോഴേ 6ൻ്റെ ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പോൾ അതാവാനാണ് സാധ്യതയേറെ. എന്നാലും നമുക്ക് ഫുൾ ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ അടുത്ത നമ്മൾ ലെറ്റർ നോക്കുകയാണെങ്കിൽ അടുത്തെന്ന് പറയുന്നത് ZW, T ആൻഡ് Q, then ഡാഷ്. ഇത് റിവേഴ്സ് ആണ് പോകുന്നത്. ഇസഡിനോട് -3 ആണ്. ദാറ്റ് ഈസ് WXYZ -3 ആണ്. റിവേഴ്സ് ആണ് പോകുന്നത്. അടുത്ത നോക്കുക T ആണ്. നമ്മൾ ഇങ്ങനെ തിരിച്ച് കൗണ്ട് ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പം. ഡിഫറൻസ് കിട്ടും. തിരിച്ച് കൗണ്ട് ചെയ്യുമ്പോൾ ഡിഫറൻസ്, അതായത് ഈ ടിയിൽ നിന്ന് തുടങ്ങണം. TUVW 3. ഓക്കെ. അതുപോലെ അടുത്ത് നോക്കുക QRST -3. ദെൻ Q-3 ആണ്. Q-3 എന്ന് പറയുന്നത് EN. ഓക്കെ, രണ്ടാമത്തെ ലെറ്ററും ശരിയാണ്. അടുത്ത് നോക്കാം, ലാസ്റ്റ് ലെറ്റർ നോക്കാം. ദാറ്റ് ഈസ് CGKO. C+4 ആണ് G, അതായത് CDEFG. ദെൻ G നോക്കാം, HIJK, അതും +4 തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, +4 ആണ് സീരീസ് വരുന്നത്. സോ O എന്ന് പറയുന്നത് 15th ടേം ആണ്. 15th ടേം +4 ഈസ് 19th ടേം. 19th ടേം ഈസ് യെസ്. ആൻസർ കറക്റ്റ് ആണ്. RNS ആണ് കറക്റ്റ് ആൻസർ. സോ അടുത്ത ചോദ്യം നോക്കാം. BPR, ERT, HTV, KVX, ഡാഷ്. ഓക്കെ, ഫസ്റ്റ് ലെറ്റേഴ്സ് നമുക്ക് എടുത്ത് നോക്കാം. ഫസ്റ്റ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് B, E, H ആൻഡ് K. ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ഇത് തമ്മിലുള്ള റിലേഷൻ നോക്കാം. ഇവിടെ തമ്മിലുള്ള ആ ലെറ്റേഴ്സ് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് B ആൻഡ് E +3, EH +3, then HK +3. അങ്ങനെ വരുമ്പോൾ അടുത്തത് തന്നെ Kനോട് +3 ആണ്. K+3 അല്ലേ? Kനോട് ചെയ്യുക. K+3 N. ഓക്കെ, K+3 N. ദെൻ അടുത്ത് നോക്കുമ്പോൾ N കിട്ടി. അടുത്ത ലെറ്റർ നോക്കുക. ദെൻ ഈസ് PRTV. P+2.
PQR, RST plus 2, then TUV plus 2, then V plus 2, V നോട് 2 പ്ലസ് ചെയ്യുക, ദാറ്റ് ഈസ് X. സെക്കൻഡ് ലെറ്റർ കിട്ടി X. NXൻ്റെ രണ്ടെണ്ണം ഉണ്ട്, ലാസ്റ്റ് ലെറ്ററും കൂടെ നോക്കാം. ലാസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് RTVX ഡാഷ്. RST, R plus 2, RST, then UV plus 2, then VWX plus 2, then X plus 2, X നോട് 2 കൂട്ടുക, YZ. So the answer is NYZ. Sorry, NXZ. Sorry, NXZ ആണ്. NXZ ആണ് ആൻസർ. മാർക്ക് ചെയ്തതിൽ ചെറിയ മിസ്റ്റേക്ക് വന്നു. സോ ദ ആൻസർ, കറക്റ്റ് ആൻസർ പറയുന്നത് NXZ ആണ്. മാർക്ക് ചെയ്തതിലൊരു മിസ്റ്റേക്ക് വന്നതാണ്. ഇതല്ല, NXZ ആണ് ആൻസർ. NXZ ആണ് ആൻസർ. ഇവിടെ ഓപ്ഷൻ മാറിപ്പോയതാണ്. NXZ ആണ് ആൻസർ. സോ അടുത്ത നമ്മുടെ ടൈപ്പ്, അടുത്ത ഈ തേർഡ് ടൈപ്പിൽ തന്നെ അടുത്ത ചോദ്യം ഒന്ന് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. EYK, GWN, IUQ, KST, ഡാഷ്. ഇവിടെ നോക്കുകയാണെങ്കിൽ EGIK ഫസ്റ്റ് ലെറ്റേഴ്സ് ഞാൻ എടുത്തു. ഇവ തമ്മിലുള്ള റിലേഷൻ നമുക്ക് നോക്കാം. EGIK, ഇ പ്ലസ് ഇനോട് നമ്മൾ പ്ലസ് ആണ് ഇവിടെ ചെയ്തത്. E plus 2 G, G plus 2 I plus 2 K. So K plus 2 M. ഫസ്റ്റ് ലെറ്റർ M ആയിരിക്കും. അവിടെ ഡൗട്ടിൻ്റെ ആവശ്യമില്ല. E, then F, G, H, I, J, K, L, M. ഓക്കെ, സെക്കൻഡ് ലെറ്റേഴ്സ് എടുക്കുക. Y, W, U, S. ഈ ലെറ്റേഴ്സ് നോക്കാം. വൈനോട് ഇത് റിവേഴ്സ് സീരീസ് ആണ് പോകുന്നത്. അപ്പം ഇങ്ങനെ എടുക്കാം. WXY മൈനസ് 2, U ആണ് VW മൈനസ് 2, S ആണ് TU മൈനസ് 2 ആണ് പോകുന്നത്. സോ S മൈനസ് 2 പറയും. S മൈനസ് 2 Q. സോ MQ ആണ്. ലാസ്റ്റ് നോക്കാം. KNQT, K ആണ് LMN പ്ലസ് 3, then NOPQ പ്ലസ് 3. സോ പ്ലസ് 3 ആണ് ഈ തേർഡ് ലെറ്റർ പോകുന്നത്. സോ T പ്ലസ് 3 TUVW. സോ MQW is the answer. ഈ സീരീസ് ഇത്തിരി വ്യത്യസ്തമാണ്. നമ്മൾ കഴിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇതുവരെ പറഞ്ഞ സീരീസ് ഒന്നും തന്നെയല്ല. ഇതൊരു പുതിയൊരു ടൈപ്പ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, കൺസിഡർ ചെയ്യാം. കാരണം സിംഗിൾ ലെറ്റർ ആണോ എന്ന് വെച്ചാൽ അല്ല, 2 ലെറ്റർ ആണോ എന്ന് വെച്ചാൽ അതുമല്ല, 3 ലെറ്റർ വരുന്ന ടൈപ്പ് ആണോ എന്ന് വെച്ചാൽ അതുമല്ല. ഇത് റിപ്പീറ്റ് ചെയ്ത് പോകുന്ന സീരീസ് ആണ്. അത് നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ നോക്കാം. ഇവിടെ ആദ്യത്തെ വരുന്നത് P ആണ്. പിയിൽ നോക്കുമ്പോൾ നമുക്കറിയാം P1 ഒരു ലെറ്ററേ ഉള്ളൂ. രണ്ടാമത്തെ സെറ്റ് നോക്കുമ്പോൾ PQ 2 ലെറ്റർ, മൂന്നാമത്തെ നോക്കുമ്പോൾ 3 ലെറ്റർ, നാലാമത്തേത് 4 ലെറ്റർ. അപ്പോൾ ഇനി അഞ്ചാമത്തേൽ സ്വാഭാവികമായിട്ട് ഈ ഒരു റൂൾ ആണെങ്കിൽ 5 ലെറ്റർ വേണം വരാൻ, 5 ലെറ്റേഴ്സ് വരണം. 5 ലെറ്റേഴ്സ് വരുമ്പോൾ നമ്മൾ ഇനി എങ്ങനെ ലെറ്റർ അറേഞ്ച് ചെയ്യുന്നു കൂടെ നോക്കാം. ഫസ്റ്റത്തെ നോക്കുമ്പോൾ P മാത്രം, സെക്കൻഡിൽ നോക്കുമ്പോൾ Pയും Qവും വന്നു, തേർഡിൽ PPQ 2 P വന്നു, ഒരു Q വന്നു. നാലാമത്തെ സെറ്റിൽ നോക്കുമ്പോൾ 2 Pയും 2 Q. അപ്പൊ ആദ്യം P ആണ് കൂടുന്നത്, അത് കഴിഞ്ഞിട്ടേ Q കൂടുകയുള്ളൂ. സോ ഇപ്പൊ 2 ബാലൻസ് ആയി. അപ്പൊ ഇനി അടുത്ത വരുമ്പോൾ 3 P കൊടുക്കണം. സോ P എന്ന് പറയുന്നത് 3 P എഴുതണം. ഓക്കെ, 3 Pയും ദെൻ Q 5 ലെറ്റർ ആയി. ഈ സീരീസ് ഉണ്ടോ എന്ന് നോക്കാം. ഇത് ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കാം. PPP
ക്യൂ ക്യൂ. ഓക്കെ, ഇത് ലാസ്റ്റ് ഓപ്ഷൻ കിടപ്പുണ്ട്. ലാസ്റ്റ് ഓപ്ഷനാണ് ആൻസർ. അപ്പോൾ അടുത്ത ഈ സീരീസ് ഇങ്ങനെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ അടുത്ത സെറ്റ് ഏതെന്ന് ചോദിക്കും. അടുത്ത സെറ്റ് എന്ന് പറയുന്നത് ഇത് ബാലൻസ് ചെയ്യണം. ദാറ്റ് ഈസ് പി 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 ക്യൂ 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 ക്യൂ. ഓക്കെ, 6 ആയി. ഇതാണ് അടുത്ത ഇത് ഈ ഡാഷ് ഇവിടെ ഒരു ഡാഷ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഡാഷ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഡാഷ് ചോദിക്കുകയാണെങ്കിൽ ആ ഡാഷിൻ്റെ ആൻസറാണ് ഇത്. സോ ഇത് നമ്മൾ ഇത്രയും പറഞ്ഞ ടൈപ്പിനേക്കാളും ഇത്തിരി ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടൈപ്പാണ്. ഇത് കൂടുതലായിട്ട് ചോദിച്ച് കാണാറുണ്ട്, കൂടുതലും ചോദിക്കാറുണ്ട്. മീനിങ്സ് ഒരു 5 ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിലൊരു ചോദ്യം മിക്കവാറും ഇതായിരിക്കും. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്, കാരണം ഒരു പ്രത്യേകിച്ച് റൂൾ അല്ല ഇത് ഫോളോ ചെയ്യുന്നത്. ഇതിങ്ങനെ എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്താണ് പോകുന്നത്. ഇത്രയുമാണ് ആൽഫബറ്റ് സീരീസിന് വരാവുന്ന ചോദ്യങ്ങൾ, അതായത് വരാവുന്ന ടൈപ്പുകൾ. ഇനി ഇതേ സെയിം ഇവിടെ വരുന്ന ഈ റൂളുകളൊക്കെ ഏകദേശം ഇതേ റൂളുകളായിരിക്കും വരുന്നത്. പിന്നെ ഇവിടെ ഇത്തിരി ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ കഴിയുന്നത് ഇവിടുത്തെ ലെറ്റേഴ്സ് മാത്രമായിരിക്കും മാറുന്നത്. റൂളുകളൊക്കെ ഏകദേശം ഇതേ റൂളുകളായിരിക്കും വരുന്നത്. സോ ആൽഫബറ്റ് സീരീസ് ഇവിടെ തീർന്നിരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്പർ സീരീസുമായിട്ട് നമുക്ക് പരിചയപ്പെടാം.